പാലക്കാട്ട് നേരിട്ട വലിയ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ തുടങ്ങിക്കഴിഞ്ഞു. ഒരുപക്ഷെ സുരേന്ദ്രൻ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അവസാന നേതൃയോഗം ഇതാകാൻ ആണ് സാധ്യത. അതേസമയം സുരേന്ദ്രന്റെ രാജിസന്നദ്ധത കേന്ദ്ര നേതൃത്വം തള്ളുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പാലക്കാട്ട് നേരിട്ട പരാജയത്തിൽ ബി.ജെ.പി കേരള ഘടകത്തിൽ മുമ്പില്ലാത്ത വിധം ആഭ്യന്തര പോര് ആളിക്കത്തുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ശോഭാ സുരേന്ദ്രനെ പോലെ ജനസമ്മിതിയുള്ള കരുത്തയായ നേതാവിനെ തഴഞ്ഞതും സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിനോടുള്ള എതിർപ്പുമാണ് പാലക്കാട്ടെ തോൽവിക്ക് കാരണമായത് എന്ന ഒരു വിഭാഗത്തിന്റെ ആരോപണം അതിശക്തമായി തന്നെ നിൽക്കുകയാണ്. എന്നാൽ ബി.ജെ.പി ഭരിക്കുന്ന നഗരസഭയുടെ മോശം പ്രവർത്തനമാണ് ജനങ്ങളെ അകറ്റിയത് എന്നാണ് സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ ഉൾപ്പെടെ മറുവിഭാഗം പറയുന്നത്. കഴിഞ്ഞ 9 വർഷത്തോളമായി ബി.ജെ.പി ഭരിക്കുന്ന നഗരസഭയിൽ പല പദ്ധതികളും പാതി വഴിയിലായിരിക്കുകയാണ് എന്നാണ് കൃഷ്ണകുമാറിന്റെ ആരോപണം. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന വിധത്തിൽ ഞങ്ങളോട് വേണ്ട എന്നാണ് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരന്റെ പ്രതികരണം വന്നത്. നഗരസഭയിൽ കഴിഞ്ഞ തവണത്തതിനേക്കാൾ 10,671 വോട്ടുകളുടെ കുറവാണ് കൃഷ്ണകുമാറിന് നേരിടേണ്ടി വന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട പാലക്കാട് മണ്ഡലം ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടെടുക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു ബി.ജെ.പി നേതൃത്വം. 2021 വെറും 3840 വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി മെട്രോമാൻ ശ്രീധരനെ പരാജയപ്പെടുത്തിയത്. വോട്ടുകളുടെ ഈ നിസാര അഖലമാണ് പാലക്കാട് ബി.ജെ.പിയുടെ പ്രതീക്ഷകൾക്ക് തിളക്കം നൽകിയത്. 2016 40,000 വോട്ടുകൾക്കാണ് ആദ്യമായി ബി.ജെ.പിയെ ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനത്ത് എത്തിച്ചത്. മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് വർദ്ധിപ്പിച്ച ചരിത്രമുള്ള ശോഭാ സുരേന്ദ്രൻ ഇക്കുറിയും മത്സരിച്ചിരുന്നുവെങ്കിൽ മണ്ഡലം പിടിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് നേതാക്കളിൽ വലിയൊരു വിഭാഗവും ഇപ്പോഴും വിശ്വസിക്കുന്നത്. ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമായ പാലക്കാട്ട് ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാൻ തുടക്കം മുതൽ തന്നെ ആവശ്യമുന്നയിച്ച നേതാക്കളാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സുരേന്ദ്രന്റെ മെന്ററായ മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും സുരേന്ദ്രനെതിരെ പരസ്യ പ്രസ്താവന നടത്തിക്കഴിഞ്ഞു. തോൽവിയുടെ കാരണത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഉത്തരം നൽകുമെന്നാണ് മുരളീധരന്റെ നിലപാട്. മുരളീധരൻ കൂടി കൈവിട്ടതോടെയാണ് രാജ്യസന്നദ്ധതയുമായി സുരേന്ദ്രൻ രംഗത്തെത്തിയത്. എന്നാൽ ആരോപണങ്ങളെ ശരിവയ്ക്കും തരത്തിൽ രാജി സ്വീകരിക്കേണ്ടെന്ന നിലപാടാണ് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് ഉള്ളത്. സി കൃഷ്ണകുമാറിന്റെ ജയസാധ്യത ശോഭാ സുരേന്ദ്രനും ശോഭയെ അനുകൂലിക്കുന്നവരും ചേർന്ന് അട്ടിമറിച്ചുവെന്നാണ് കെ സുരേന്ദ്രൻ പക്ഷം ആരോപിക്കുന്നത്. കണ്ണാടി മേഖലയിൽ ശോഭാ സുരേന്ദ്രന്റെ ഡ്രൈവറുടെ നേതൃത്വത്തിൽ വോട്ടുമറിച്ചുവെന്നും സുരേന്ദ്രൻ വിഭാഗം ആരോപിക്കുന്നു. അത് സുരേന്ദ്രന് പകരം ശോഭയെ പ്രസിഡന്റാക്കുന്നത് തടയാനുള്ള ഒരു കുതന്ത്രമാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ഏതാനും നഗരസഭാ കൗൺസിലർമാർ കൃഷ്ണകുമാറിനെതിരെ പ്രവർത്തിച്ചുവെന്നും സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം കേന്ദ്ര നേതൃത്വം അന്വേഷിക്കുമെന്നാണ് സുരേന്ദ്രൻ പക്ഷം ആവശ്യപ്പെടുന്നത്. ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായ പരാജയമാണ് കൃഷ്ണകുമാർ നേരിട്ടത്. ബി.ജെ.പി ഭരിക്കുന്ന നഗരസഭയിലടക്കം പാർട്ടിക്ക് വൻതോതിൽ വോട്ട് ചോർച്ചയുണ്ടായതോടെ എ പ്ലസ് മണ്ഡലത്തിൽ ബി.ജെ.പി മൂക്കും കുത്തി വീഴുകയായിരുന്നു.